മനീഷ ഞാൻ കൂട്ടിക്കൊടുക്കാൻ കൊണ്ടു കിടക്കുന്ന പെണ്ണാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ വീട്ടുജോലിക്ക് പറഞ്ഞു വിട്ടാലും ഈ സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വിടരുത്. ഒരു പേഴ്സണൽ ID വെച്ച് എടുത്ത ഫോൺ നമ്പർ ഇവർ യൂസ് ചെയ്യുന്നത് ക്രൈമാണോ അല്ലയോ? അതുകൊണ്ട് ആ നാട്ടുകാർക്ക് ഇവരവിടെ പെൺവാണിഭ നടത്തുന്നു എന്ന് സംശയമുണ്ടെന്നും അതിൻ്റെ പേരിൽ അവർക്ക് ഒരുപാട് മാനസിക പീഡനങ്ങളുണ്ടെന്നും അവർ തന്നെ പറയുന്നുണ്ട്. പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. വാർത്ത 24 നിൽക്കുന്നത് അടൂരിലാണ്. ഒലീവിയ എന്ന പേര് കേട്ട് നമ്മളെല്ലാവരും മടുത്ത്, ഞാനും മടുത്ത്. പക്ഷേ ഇതിൽ ചില കാര്യങ്ങളുണ്ട്. ഈ ഒലീവിയയിലെ തൊഴിലാളി പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആളുകൾ, കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽപ്പെട്ട നിരവധിയായ കുട്ടികൾ ഇവിടെ ജോലി ചെയ്യുകയും അവർക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥയുണ്ട്. അവരുടെ പേഴ്സണൽ ബിലോങ്ങായ ഫോണ്, സിമ്മ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കാത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ 12 ദിവസങ്ങൾക്ക് മുമ്പ് അടൂർ പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി കൊടുക്കുകയുണ്ടായി. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അവർക്ക് യാതൊരു വിധമായ അനുഭാവപൂർവ്വ നടപടി ഇന്നേ ദിവസം വരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ള വളരെ നിരാശാജനകമാണെന്ന് യാതൊരു തർക്കവുമില്ല. അതിനുശേഷം ഈ കുട്ടികൾ ബഹുമാനായ CM-ന് പരാതി കൊടുക്കുകയും CM ഓഫീസിൽ നിന്നും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ വേണ്ടി അടൂർ DYSPക്കും അതുപോലെ തന്നെ GST ഡിപ്പാർട്ട്മെൻറ്റിനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനും കത്ത് കൊടുത്തിട്ട് ഇന്നേക്ക് 4 ദിവസം കഴിഞ്ഞിട്ടും ഈ പരാതിക്കാരിയായ കുട്ടികളോട് ചോദിക്കുവാനോ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനോ അത് ബോധ്യപ്പെടുത്തി ഇവരുടെ നഷ്ടങ്ങൾ പരിഹരിക്കുവാനോ ഈ ഇവിടുത്തെ നിയമ സംവിധാനം പ്രവർത്തിച്ചില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ വീഴ്ചയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടൂർ CM-മായി സംസാരിച്ചപ്പോൾ നിങ്ങൾ 2 കുട്ടികളായി വരൂ, നിങ്ങളുടെ കാര്യങ്ങൾ ഫോണ്, സിമ്മ് അടക്കമുള്ള കാര്യങ്ങൾ തരാമെന്നാണ് അദ്ദേഹം ഇപ്പോൾ ഉറപ്പ് നൽകിയത്. അത് തന്നെ ഒരു മോശകരമായ പ്രവൃത്തിയാണ്. 25-ാം തീയതി ബഹുമാനായ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഓർഡറുകൾ പുറപ്പെടുവിക്കുമ്പോൾ അതിന് യാതൊരു വിധമായ വിലയും കൽപ്പിക്കാത്ത നിയമ സംവിധാനത്തിന് ഇത്തരത്തിലുള്ള നടപടികൾ വളരെയധികം പ്രതിഷേധാർഹമാണെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികൾക്ക് എന്താണെന്ന് പറയാനുള്ളത് നമുക്ക് ചോദിച്ചറിയാവുന്നതാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ 12 ദിവസമായിട്ട് നിങ്ങളെ CM-ന് പരാതി കൊടുത്തു. നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് മറുപടി ലഭിച്ചത്? മറുപടി ഒന്നും ലഭിച്ചില്ല. ഇവിടെ വന്ന് കംപ്ലൈന്റ് കൊടുത്ത് ഒരു 3-4 ദിവസം കഴിഞ്ഞ് DYSP എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പേരാണ് ആദ്യം കിടന്നിരുന്നത്. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുത്തത് ഉള്ളതാണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഉള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് എന്താണ് അവിടെ സംഭവം എന്നൊക്കെ ചോദിച്ചു, എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചു, കംപ്ലൈന്റ് കൊടുക്കാനുള്ള കാര്യം എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഇവിടുത്തെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് വന്നതാണ്, ജോബ് അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് വന്നതാണ്, ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ 25,000 സാലറി എന്നൊക്കെ കണ്ടിട്ടാണ് വന്നത്, അങ്ങനെ പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് ഞാൻ വേറെ 1-2 കാര്യങ്ങളോട് പറഞ്ഞു ബാക്കിയുള്ളവരെ വിളിച്ച് ചോദിച്ചോളാം എന്നാണ് പറഞ്ഞിരുന്നത്. അവരാരും വിളിച്ചിട്ടില്ല. നിങ്ങൾ ഈ പരാതി കൊടുത്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വന്നു, ഈ സെറ്റിൽമെന്റ് ചെയ്തു എന്നുള്ള ഒരു മെസ്സേജ് ആണല്ലോ വന്നിരിക്കുന്നത്. ഈ ഓർഡറിനകത്ത് കൃത്യമായി CM-ന്റെ ഓർഡർ SP-ക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന ഇതൊരു സേവന വേതന വിഷയമായതുകൊണ്ട് നിങ്ങളുടെ ഫോണും സിമ്മും മാത്രമേ പോലീസ് അധികാരികൾക്ക് നിങ്ങൾക്ക് വാങ്ങിത്തരാൻ പറ്റത്തുള്ളൂ. മറ്റ് കാര്യങ്ങളൊക്കെ ഇതിന്റെ വേതനവും മേടിക്കുന്ന ലേബർ അധികാരികൾക്കാണ് അധികാരം. പിന്നെ നിങ്ങളുടെ ആശയം പോലെ GST ഡിപ്പാർട്ട്മെന്റുമായി നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നത് അതൊക്കെ അവർ അന്വേഷിക്കുന്ന കാര്യം. പക്ഷെ ഈ പറയുന്ന കാര്യം ഇവിടുന്ന് ആരും നിങ്ങൾ ഇന്നേ വരെ വിളിച്ചിട്ടില്ല. ഈ 25-ാം തീയതി ആണ് ഓർഡർ ഇട്ടത്. ഇല്ല, ആരും വിളിച്ചിട്ടില്ല. ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ വിളിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോൺ സിം മേടിക്കാൻ വരുന്ന ഡേറ്റ് സഹിതം പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും വിളിച്ചിട്ടില്ല. കോള് വരുന്നതും കാത്തി ഞങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു. സ്നേഹയാണല്ലോ ഈ പരാതി കൊടുത്തിരിക്കുന്നത്. ഞാനല്ല കൊടുത്തിരിക്കുന്നത്, ജോയിന്റ് പെറ്റീഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. എന്റെ പേരാണ് ആദ്യം കിടക്കുന്നത്. ലീഡർ എന്ന രീതിയിൽ നിങ്ങൾക്കാണ് അതിന്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. മെസ്സേജ് നിങ്ങൾ ഇവിടുന്ന് ഒരാൾ പോലും വിളിച്ചതിനെ ഈ പറയുന്ന ഒലീവിയയിലെ CB അച്ചുവും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഈ ഫോണെല്ലാം തിരിച്ചു തരാൻ അവർ സമ്മതിച്ചിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വിവരം നിങ്ങളോട് ധരിപ്പിച്ചിട്ടില്ല, ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. നിങ്ങളെ ആരും വിളിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇപ്പോൾ CA പറയുന്നു, നിങ്ങൾ 2 പേര് വെച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പണം ഇല്ലെങ്കിൽ ഫോൺ തരാമെന്ന് പറഞ്ഞു. ഫോൺ അവർക്ക് തരാൻ പറ്റത്തുള്ളൂ. നിയമപരമായി പൈസയുടെ കാര്യങ്ങൾ ലേബർ ഡിപ്പാർട്ട്മെന്റാണ് നിയമിക്കുന്നത്. അപ്പോൾ അത് ലേബർ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന് ചോദിച്ചാൽ അതിനെപ്പറ്റി പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണ് ഈ വിഷയത്തിന്? ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എമൗണ്ട് ആണ്. അപ്പം ഞങ്ങൾ 2 പേരും വരുന്നത് ലോങ് ആണ്, പാലക്കാടും തൃശ്ശൂരുമാണ്. ഞങ്ങൾക്ക് അവിടെ നിന്ന് വരവ് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഈ ഒരു ഇതിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് വിടത്തില്ല. അപ്പം 2 പേരുള്ള കാരണമാണ് ഞങ്ങളിപ്പോൾ വിട്ടേക്കുന്നത് തന്നെ. ഇപ്പം ഞങ്ങൾക്ക് ഈ ഒരു ആവശ്യത്തിന് ഇപ്പം തന്നെ എത്രാമത്തെ വട്ടാ വരുന്നതെന്നൊരു ഇതില്ല. അപ്പം ഇനി അതിൻ്റെ പേരിൽ വരവ് ഞങ്ങൾക്ക് പാടാണ്. ഈ 12 ദിവസത്തിനുള്ളിൽ ഒരാൾ പോലും നിങ്ങൾ ഇവിടുന്ന് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിട്ടില്ല. CM-ന് പരാതി കൊടുത്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിപ്ലൈ കിട്ടുന്നത്. എന്നിട്ടും നിങ്ങളെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ ഒരാളെ മുഴുവൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, ആരും വിളിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ അങ്ങോട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ സാലറിയുമായി ബന്ധപ്പെട്ട് പോലീസ് സംവിധാനത്തൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അത് ലേബർ ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് ലേബർ ഡിപ്പാർട്ട്മെന്റ് ചോദിക്കും. നിങ്ങൾക്ക് ഫോണും സിമ്മും തരാമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം 2 പേര് വെച്ച് വേണം. അപ്പോൾ നിങ്ങൾക്ക് അത് സമ്മതമാണോ? അതിന്റെ കൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സാലറിയും കൂടെ കിട്ടണം, കട്ടിംഗ് എമൗണ്ടും കൂടെ കിട്ടണം, എന്നാലേ ഞങ്ങൾ ഓക്കെ ആവത്തുള്ളൂ. കാരണം ഞങ്ങൾ
പണിയെടുത്ത ക്യാഷ് അല്ലേ. നിങ്ങൾക്ക് എത്ര ഉണ്ട് നമുക്ക് എത്ര എനിക്ക് 10,385 പ്ലസ് നമ്മുടെ ഡെപ്പോസിറ്റ് നിങ്ങളുടെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ട്. നിങ്ങളെ GST ഡിപ്പാർട്ട്മെന്റ് ആരും വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ വിളിച്ചിട്ടില്ല. ആരും വിളിച്ചിട്ടില്ല അല്ലേ? നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസയുടെ വന്ന ട്രാൻസാക്ഷൻ മുഴുവൻ Transaction. ഡീറ്റെയിൽസ് നിങ്ങൾ ഉണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. നമുക്ക് എത്ര ഉണ്ട്? എനിക്ക് മൊത്തത്തിൽ 38,500 38,500. ഡെപ്പോസിറ്റും സാലറിയും അതേപോലെ ഹോസ്റ്റൽ ഫീസും കൂടെ 38,500 കിട്ടാനുണ്ട്. ഇയാൾക്കോ? എനിക്ക് 54,300 സംതിങ് ഉണ്ട്. എനിക്ക് 24,485. ചേച്ചി, ഇന്ന് കളക്ടർക്ക് പരാതി കൊടുക്കാനാണ് നമ്മൾ എത്തിയത്. അപ്പം ലേറ്റസ്റ്റ് എന്താണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ? ഞങ്ങളിന്ന് കാലത്തെ ആദ്യം പ്രസ് മീറ്റാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ പ്രസ് മീറ്റിനെന്ന് പറഞ്ഞാൽ അവിടെ ക്ലബ്ബിൽ എന്തോ ഒരു എലക്ഷൻ നടക്കുന്നത് കാരണം അത് ഒത്തിരി പോസ്റ്റ്പോൺ ചെയ്യണമെന്ന് പറഞ്ഞു. ചിലപ്പോൾ വൈകിട്ട് വരാൻ പറഞ്ഞു. പക്ഷേ എനിക്കത് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ദിവസം മാറി ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ കളക്ടറേറ്റിലേക്കാണ് വന്നത്. അവിടെ 5 ഉദ്ഘാടന ചടങ്ങുകളായതുകൊണ്ട് പുള്ളി സ്ഥലത്തില്ല. ഒരു ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്ത് തന്നിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഫിഷി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞങ്ങൾ നേരത്തെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കളക്ടർ അവൈലബിൾ ആണോ അല്ലയോ എന്ന്. ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇത്രയും ദൂരെ നിന്ന് ഈ കുട്ടികളൊക്കെ വന്നിട്ട് പിന്നെ അവർക്ക് കാണാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ, അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. സത്യത്തിൽ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിൽക്കേണ്ട കുറേ ആൾക്കാർ തന്നെ ഇതിനകത്ത് കുതികാല് വെട്ടുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ പറയാതെ, ഇതുവരെ നമ്മൾ പറയാതെ പുറത്തു വിടാതെ വെച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ കുട്ടികളുടെ എല്ലാം പേരിൽ അക്കൗണ്ടിൽ അവരുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ത്രൂ ആണ് ഇവിടെ പൈസ വന്നുകൊണ്ടിരുന്നത്. ഒലീവിയയുടെ എല്ലാ ട്രാൻസാക്ഷനും നടക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ പേർക്കാണ്. ഇവർക്ക് ഇതിലെ ഒരു തുക ടാക്സ് ഇനത്തിൽ കട്ടാകുന്നുമുണ്ട്. അതൊന്നും ഈ പിള്ളേർക്ക് അറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ കുട്ടികൾക്ക് അവയർനെസ് ഇല്ല. പിന്നെ ഇവർ വീഡിയോ ഒരു ഇതൊന്ന് കാണിക്കാമോ എനിക്ക്? മൊബൈൽ വാങ്ങിയതിൻ്റെ ഈ കുട്ടികളിൽ ഇന്നലെ ഒരു ചാനലിൽ പോയിരുന്നിട്ട് ഒലിവിയയിൽ അവർ പറഞ്ഞ ഒരു ഇതുണ്ട്. അതായത് അതിനകത്ത് പിന്നെ 2,000 രൂപയുടെ പാട്ട ഫോണാണ് എന്നാണ് പറയുന്നത്. ഈ 2,000 രൂപയുടെ പാട്ട ഫോൺ വാങ്ങിക്കാൻ 10,000 രൂപ കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്തിനാണ്? എന്തടിസ്ഥാനത്തിലാണ് 10,000 രൂപയുടെ ഫോൺ വാങ്ങിക്കുന്നത്? 10,000 രൂപ കൊടുക്കുക. ഈ കുട്ടികൾക്ക് ഫോൺ വാങ്ങിക്കണേ. ഇവർ പോയി എടുത്ത വീഡിയോ ആണ് കണ്ടോ. ഇന്നലെ അവർ കൊണ്ടുവന്ന് എവിടെ കിടന്ന കുറേ ഉണക്കൽ ഫോൺ കൊണ്ടുവന്ന് വെച്ചിട്ട് പറയുന്നത് 2,000 രൂപയുടെ ഈ പാട്ട ഫോണിന് വേണ്ടിയിട്ടാണ് വഴക്കുണ്ടെന്നത്. പാട്ട ഫോണിൻ്റെ വഴക്കൊന്നുമല്ല, അവർക്ക് കൊടുക്കാനുള്ള ക്യാഷ്. രണ്ടാമത് എല്ലാ തരത്തിലില്ലേ, അവരൊരു കാറിൽ വന്നിറങ്ങുന്നില്ല, അതിൻ്റെ രജിസ്ട്രേഷൻ പോലും കറക്റ്റല്ല. അതിൻ്റെ രജിസ്ട്രേഷൻ കറക്റ്റല്ല, പിന്നെ ഇൻഷുറൻസ് ഇല്ല. ഒരുപാട് കാര്യങ്ങളിൽ ഇല്ലീഗലായിട്ടുള്ള വർക്കാണ് അവിടെ നടക്കുന്നത് മുഴുക്കുക. പിന്നെ ഈ കുട്ടികളുടെ സ്റ്റാഫല്ലേ ഇവർ? ഈ കുട്ടികൾ അവരുടെ സ്റ്റാഫല്ല, കമ്മീഷൻ ഏജൻസ് ആണ്. പിന്നെ ഈ കമ്മീഷൻ ഏജൻസിന് എന്തടിസ്ഥാനത്തിലാണ് ഇവർ പിന്നെ സാലറി കൊടുക്കുന്നില്ല? കമ്മീഷൻ ഏജൻസ് ആയിട്ട് ഇരിക്കുന്നവരെ അവിടെ പെർമനൻ്റിൽ താമസിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അവിടെ താമസിക്കാൻ അവർ നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പിന്നെ നിൽക്കുന്നതിന് ഫൈൻ, നടക്കുന്നതിന് ഫൈൻ എന്ന് വേണ്ട, മെൻ്റലി ഇവർ ചെയ്യുന്ന ടോർച്ചർ കണക്കില്ല. അത് ശരിക്കും പറഞ്ഞാൽ A to Z ഞങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട് ഇവർ ചെയ്യുന്നത്. ഇപ്പോഴും ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വളരെ നല്ലൊരു കാര്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇവർക്ക് കൊടുക്കാനുള്ള പൈസ, ഇവരുടെ സാലറി, ഇവർ പിടിച്ചു വെച്ചിരിക്കുന്ന പൈസ, ഇവരുടെ മൊബൈൽ, ഇവരുടെ സിം കാർഡ്, ഇത് തിരിച്ചു കൊടുക്കാനാണ് പറയുന്നത്. അത് മാനമര്യാദയ്ക്കും കൊടുത്താൽ പോരെ? അതിന് ഈ കുട്ടികളെ പറ്റി ഇന്നലെ ഒരു വീഡിയോ അച്ചുമേടം ഇട്ടിട്ടുണ്ട്. അതിനകത്ത് മനീഷ എന്നൊരു കുട്ടി, വർക്കലയിൽ നിന്ന് വന്നൊരു കുട്ടിയുണ്ട് മനീഷ. ആ കുട്ടി നന്നായിട്ട് കാര്യങ്ങൾ പറയും. നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. 36 പേരല്ലേ, 36 പേര് ചേർന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ 10 പേര് വിസിബിൾ അല്ലാതിരിക്കുന്നു. അപ്പം ഞങ്ങൾ ഇതിൽ എത്ര പേര് വരണം? 4 പേർക്കേ നമുക്ക് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ആപ്റ്റായിട്ടുള്ള 2 കുട്ടികളെ ഞാൻ സെലക്ട് ചെയ്തതാണ് ഈ മനീഷ. ഇന്നലെ അവർ വീഡിയോ ഇട്ടിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, മനീഷ ഞാൻ കൂട്ടി കൊടുക്കാൻ കൊണ്ടു കിടക്കുന്ന പെണ്ണാണ്, എൻ്റെ വലത് കയ്യ, ഇങ്ങനെയൊക്കെയാണ് ആ കുട്ടികളെ പറ്റി പറയുന്നത്. മോശമായിട്ടാണ് ആ സ്ത്രീ ആ കുട്ടികളെ പറയുന്നത്. പിന്നെ ഞാൻ ഇന്നലെ തന്നെ എൻ്റെ ചാനൽ ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് ഈ സ്ത്രീ പറയുന്നുണ്ട്, ആ നാട്ടുകാർക്ക് ഇവരവിടെ പെൺവാണിഭ നടത്തുന്നു എന്ന് സംശയമുണ്ടെന്നും അതിൻ്റെ പേരിൽ അവർക്ക് ഒരുപാട് മാനസിക പീഡനങ്ങളുണ്ടെന്നും അവർ തന്നെ പറയുന്നുണ്ട്. അവർ തന്നെ അവരുടെ പ്രശ്നം പറഞ്ഞിട്ട് ഇത് നമ്മുടെ തലയിൽ കൊണ്ടുവയ്ക്കുന്നത് എന്താണ്? ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ഇവർക്ക് എന്ത് സപ്പോർട്ട് ചെയ്യാനും ഞാൻ തയ്യാറായി നിൽക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഈ സ്ത്രീ നിരന്തരം എൻ്റെ ശത്രുക്കളായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഇതേപോലെ, ഇപ്പം ഫിജോ ജോസഫ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇവർക്ക് സപ്പോർട്ടിന് വന്നിട്ടുണ്ട്. നിങ്ങൾ ഫിജോ ജോസഫ് നെറ്റിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, സാമ്പത്തിക തട്ടിപ്പിൽ അറസ്റ്റിലായ ഒരു സ്ത്രീയാണ്. 2019 തൊട്ട് 47ഓളം കേസിലെ പ്രതിയാണ് ഈ സ്ത്രീ. അവരാണ് ഇപ്പോൾ ഇവരുടെ വലങ്കൈയായിട്ട് നിൽക്കുന്നത്. പിന്നെ എല്ലാ അധികാരികളെയും സ്വാധീനിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മളിവിടെ വന്നപ്പോൾ ലേബർ കമ്മീഷനിലാണ് നമ്മൾ ആദ്യം കൊടുത്തത്. അവിടെ കൊടുത്തപ്പം അവിടെ കൃത്യമായിട്ട് അവർ പറഞ്ഞിരുന്നു, ഇതേപോലെ സാധനം കൊടുക്കാം, ഫോണ് കൊടുക്കാം, നമ്പർ, ഒരു പേഴ്സൻ്റെ പേഴ്സണൽ ID വെച്ച് എടുത്ത ഫോൺ നമ്പർ ഇവർ യൂസ് ചെയ്യുന്നത് ക്രൈമാണോ അല്ലയോ? അത് ചിന്തിച്ചാൽ മാത്രം മതി.
പൊതുജനം അത് ചിന്തിച്ചാൽ മതി. ഇതിപ്പോൾ എൻ്റെ ഇൻറ്റൻഷൻ ഒന്നേ ഉള്ളൂ, ഈ കുട്ടികൾക്ക് പറ്റിയതോ പറ്റി. ദയവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വീട്ടുജോലിക്ക് പറഞ്ഞു വിട്ടാലും ഈ സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വിടരുത്. ഇനി ആരെങ്കിലും 40,000 50,000 എന്നൊക്കെ ഓഫർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പൊന്നു മക്കളെ പറഞ്ഞു വിടരുത്. അവിടെ ഈ കുട്ടികൾ അനുഭവിച്ച മാനസികമായ ടോർച്ചർ ചില്ലറയൊന്നുമല്ല. പിന്നെ ഇതിനകത്ത് 6 കുട്ടികൾക്ക് പരാതിയുണ്ട്. സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇന്റർകോഴ്സ് എന്നൊന്നും ഞാൻ പറയത്തില്ല, അതൊന്നും എൻ്റെ അവകാശവാദമല്ല. പക്ഷേ അയാളുടെ അശ്ലീല ചുവയോടുള്ള സംസാരം കൂടെ നിന്ന് കഴിഞ്ഞാൽ വളരെ സൗമ്യമായി അയാൾക്ക് തടവി നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തോളാം അയാൾ പറയുന്ന വോയിസ് ഞാൻ കേട്ടതാണ്. 6 കുട്ടികൾക്കാണ് പരാതിയുള്ളത്. പരാതി കൊടുക്കാൻ കളക്ടറെ കാണാനാണ് ഇന്ന് പോയിട്ടുള്ളത്. ഈ സെക്ഷൽ അബ്യൂസിനാണ് നമ്മൾ കളക്ടറെ കാണുന്നത്. ബാക്കി ഇത് നമ്മൾ ലേബർ കമ്മീഷനിൽ കൊടുത്തു, DYSPക്ക് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയാണ് ഇപ്പൊ തീർന്നു എന്ന് പറഞ്ഞ് ഇവിടുന്ന് പറയുന്നത്. തീർന്നു ഇത്രേ. ഞങ്ങളെ വിളിച്ചിട്ടില്ല, വന്നവരെടുത്ത് സംസാരിച്ചിട്ടില്ല. പക്ഷെ വേറൊരു കോൾ വന്നിട്ടുണ്ട്, അവരെന്തോ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ കേസുണ്ടെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഡെയിലി ഇരുന്ന് പറയണതെന്ന് പറഞ്ഞാൽ 6-ാം തീയതി എന്തോ ഞങ്ങളെല്ലാവരും തൂക്കിക്കൊല്ലാൻ വിധിക്കുമെന്നാണ് പറയുന്നത് ഹൈക്കോടതി. മാഡം ഒരു വോയിസ് ഇട്ടായിരുന്നു ഈ പറയുന്ന തോമസ് ഐസക്കും ഗണേഷ് കുമാറും ഉള്ള ആളുകൾക്ക് അടുപ്പമുണ്ടെന്ന്, അങ്ങനെ ഒരു സിബിയുടെ ഒരു വോയിസ് ഇട്ട് അത് എങ്ങനെയാണ് മാഡത്തിന് ലഭിച്ചത് ആ വോയിസ്? എനിക്ക് എന്നെ വിളിച്ച് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞാണ് ഈ പ്രശ്നം നിങ്ങൾ സോൾവ് ചെയ്യൂ ദയവ് ചെയ്തിട്ട്. നമുക്കൊരു സ്ഥാപനം നശിപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ലല്ലോ. അപ്പം സ്ഥാപനം നശിപ്പിക്കാതിരിക്കാൻ ഞാനും കൂടെ നിങ്ങൾക്ക് വേണ്ടി സഹായിക്കാം, കുട്ടികളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം, നിങ്ങൾ ആ പേയ്മെൻറ്റ് കൊടുത്ത് അവരുടെ കാർഡും കൊടുക്കാൻ പറഞ്ഞപ്പം എന്നെ ത്രട്ടൻ ചെയ്യാൻ എനിക്ക് കിട്ടുന്ന വോയിസാണ്. ഇതൊരു ചെറിയ വോയിസ് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരുപാട് വോയിസ് അവരിട്ടിട്ടുണ്ട്. അതിൽ മെജോറിറ്റിയും ഇതുപോലെ പറയുന്നതാണ്, എനിക്ക് അവരെ അറിയാം, എനിക്ക് എവരെ അറിയാം. ഹൈക്കോടതി വക്കീലിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. ഇപ്പം പറയുന്ന വിമല വിനു അല്ല, വേറെ ഒരു ആളുടെ പേരാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ വോയിസൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അയാൾക്ക് ആരെയും പേടിയില്ല, ഒന്നുമില്ല. എന്നെ പറഞ്ഞ വേറൊരു കാര്യം, എനിക്കിപ്പോൾ കാല് വയ്യല്ലോ, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യത്തില്ല. നിങ്ങൾ എന്നെ എന്തോ ചെയ്യാനാ ഈ കാലും വെച്ചോണ്ടെന്നാണ് അയാൾ ചോദിച്ചത്. അവസാനം ചോദിച്ച മെസ്സേജ് അതാണ്. സ്ഥിരമായിട്ട് വോയിസ് ഇട്ട് വളരെ മോശമായിട്ട് അയാൾ പറയുകയാണ്, നിങ്ങളെ കൊണ്ട് ഒരു പിണ്ണാക്കും പറ്റത്തില്ല, നിങ്ങളെ കൊണ്ട് അങ്ങനെ പറ്റത്തില്ല, ഞാൻ 1 കോടി രൂപ നിങ്ങൾക്ക് തന്നില്ലേ എന്നാണ് ഒരു പ്രാവശ്യം ചോദിച്ച മെസ്സേജ്. അയാൾക്ക് എന്തോ ചില നേരം കിളി പോയിട്ട് വല്ലതും വർത്താനം പറയുന്നതായിരിക്കും, എനിക്കറിയത്തില്ല. ഈ കുട്ടികളുടെ പണം കൊടുത്ത് അവരുടെ മൊബൈലും കൊടുത്ത് ഇത് പ്രശ്നം സോൾവ് ചെയ്യുന്നതിനല്ലേ നമ്മൾ ഉത്സാഹിക്കേണ്ടത്, അതോ ഇതുപോലെ വൾഗറായിട്ട് നടക്കാനാണോ ഉദ്ദേശിച്ചത്? എനിക്കറിയത്തില്ല ഇയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന്. 1,00,000 രൂപയുണ്ട്, എനിക്ക് ഒരുപാട് പൈസയുണ്ട്, ഞാൻ പുത്തൻ വാരി എറിയും, അടൂരുള്ളവരൊക്കെ എനിക്ക് സപ്പോർട്ടാണ്. ഞാൻ അവിടെ പോയി ആ അടൂര് ഇവരുടെ ഷോപ്പിൻ്റെ അടുത്തുള്ള ആ ഓട്ടോ ചേട്ടന്മാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറയണം ഇവൻ വെറും ഫ്രോഡാണ്, ഒരു കാരണവശാൽ ഇവനെ വിശ്വസിക്കരുതെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. പിന്നെ ഇയാൾ എന്തടിസ്ഥാനത്തിലാണ് ഈ അടൂരുള്ളവരൊക്കെ ഇവന് സപ്പോർട്ടെന്ന് പറയണത്? എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ പോലീസിൻ്റെ ഒത്തുകളിയുണ്ട്, അത് 100% ഉണ്ട്. കാരണം DYSP അന്ന് സൂരാജ് പാലക്കാരനോട് സംസാരിച്ചത് നിങ്ങൾ കേട്ടതാണ്. അയാളാണ് ഇപ്പോൾ ഇത് എഴുതി കൊടുത്തിരിക്കുന്നത് ഈ പ്രശ്നം കോംപ്രമൈസ് ആയെന്ന്. കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ 2 വിഭാഗക്കാരെയും വിളിക്കണ്ടായോ? ഈ കുട്ടികളുടെ അടുത്ത് അന്ന് നിർബന്ധവശാൽ ഇവർ ഒപ്പിട്ട് വാങ്ങിച്ചതാണ്. ഈ CI വിളിച്ചിട്ട് ഷെഫീന അങ്ങ് പോട്ടെ നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് വാങ്ങിച്ചത്. ഞാൻ അപ്പോഴും കുട്ടികളുടെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്ര സാധനം കിട്ടാനുണ്ട്, ഞങ്ങൾക്ക് ഇത് കിട്ടിയാൽ മതി എന്നുള്ള സാധനമാണ് ഇവിടെ ഒപ്പിട്ട് കൊടുത്തത്. അത് കിട്ടിയെങ്കിലല്ലേ നമ്മൾ ആ പ്രശ്നം തീരുള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞ നമുക്കും അതേ ഉള്ളൂ, നമുക്ക് അതിൻ്റെ മുകളിലില്ല. ഈ 6 കുട്ടികളുടെ പ്രശ്നത്തിനാണ് നമ്മൾ കളക്ടറെ കാണുന്നത്. അല്ലാതെ ഇവരുടെ ഇത് നമ്മൾ പോലീസുകാർ തീർത്താൽ മതി. ഞങ്ങൾക്ക് ലേബറാണ് പറഞ്ഞിട്ടുള്ളത്, ലേബറിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഈ സെക്ഷൽ അബ്യൂസ് നടന്ന പിന്നെ സിബിയുടെ ഓഫീസ് വെച്ചാണോ അതോ പിന്നെ വീട്ടിൽ വെച്ചാണോ എവിടെ വെച്ചാൽ നടന്നത്? ഈ ഓഫീസ് എന്ന രൂപേണ അവിടെ ഒരു പ്രത്യേക സ്ഥലം ഉണ്ടല്ലോ, ഈ തുണിയൊക്കെ അടുക്കി കൊടുക്കണം, അവിടെ വെച്ചിട്ടാണ്. എന്തുകൊണ്ട് കുട്ടികളൊന്നും നേരത്തെ പറയാൻ തയ്യാറായില്ല? അതുകൊണ്ടല്ലേ അവർ പിരിഞ്ഞു പോയത്. അവർക്കിത് സഹിക്കാൻ വയ്യാത്തോണ്ടല്ലേ അവർ കളഞ്ഞിട്ട് പോയത്. അവർ ശമ്പളം പോലും ആ കുട്ടികളല്ലേ പൈസക്ക് ചോദിക്കുന്നതും, അവർ ജോലി ചെയ്ത കാശല്ലേ ചോദിക്കുന്നത്, അതങ്ങ് കൊടുത്താൽ പോരെ. ഈ മനഃപൂർവ്വമായി ആ കുട്ടികളുടെ പണം പിടിച്ചു വെച്ചിട്ട് എന്തിനീ വേല കാണിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ആര് സംസാരിക്കുന്നോ അവരെയൊക്കെ ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എടുക്കുക, എൻ്റെ വീട്ടിൽ പോയി കാര്യം പറയുക, അങ്ങനെ നമ്മൾ ആരവരെ സപ്പോർട്ട് ചെയ്യണോ അവർക്കെതിരെയാണ് അവർ നിൽക്കുന്നത്. ഈ ഇവിടെ വന്ന വേറൊരു മീഡിയക്കാരനുണ്ടല്ലോ, അങ്ങേരെയും പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തിനാ ചെയ്യുന്നേ? നിങ്ങൾ കാശങ്ങ് കൊടുക്കൂ. ഈ അച്ചുവിനെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ പോലീസ് മാഡത്തെ വിളിച്ചു. അതെ അതെ. പക്ഷേ നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു മാസ് പെറ്റീഷൻ കൊടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് അടൂർ പോലീസ് ഒരു നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളെ വിളിച്ചിട്ടില്ല? ഒന്നുമില്ല. CM ഓഫീസിൽ പരാതി കൊടുത്തു, അതിന്റെ ഒരു കോപ്പി ഞാൻ കാണാനിടയായി. അതിനകത്ത് ലേബറിന്, പോലീസിന്, നമ്മുടെ അതുപോലെ തന്നെ ഈ പറയുന്ന GST ഡിപ്പാർട്ട്മെന്റിന് ഈ പറയുന്ന അന്വേഷണം നടത്താൻ ഉത്തരവുണ്ട്. അപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ വിളിച്ചു? GST വിളിച്ചിട്ടുണ്ട്. അവർ വിളിച്ചിട്ട് ബാക്കി ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഡീറ്റെയിൽസും കൊടുക്കാൻ പറഞ്ഞാൽ അത് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിച്ചു. അവിടെയും പറഞ്ഞത് ഈ സെക്ഷൽ അബ്യൂസ് നമ്മൾ എടുത്താൽ ഒക്കത്തില്ല, അത് നിങ്ങൾ കളക്ടർ കയറി തന്നെ കാണുക, അവിടെ വെറുതെ വേറെ വനിതാ സെല്ലുണ്ട്,
അവിടെ നിങ്ങൾ പറഞ്ഞാലേ പ്രയോജനമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഈ ലേബർ ഒന്ന് വിട്ടതാണ്. മറ്റേ ഈ കേസ്, അതായത് ഈ ശമ്പളം കിട്ടുകയും ഫോൺ കിട്ടുക എന്നുള്ളതിന് സ്റ്റേഷനിൽ തന്നെ പറയാൻ പറഞ്ഞു. ഇവിടെ പറഞ്ഞതിന് ശേഷം കളക്ടർ അടുത്ത് പോകാൻ പറഞ്ഞു. അതങ്ങനെ പറയുന്നുണ്ട്. സേവനം വേതന വ്യവസ്ഥ പോലീസിനോട് പറ്റത്തില്ല. ലേബറാണ്. അതെ. പക്ഷേ ഇനി നിങ്ങൾ എന്താണ് ഈ കുട്ടികളുമായി മുന്നോട്ടുള്ളത്? എന്താണ് ഞങ്ങൾ കളക്ടറെ പോയി കാണാനാണ് ഉദ്ദേശിക്കുന്നത്. കളക്ടർ എന്താ പറയുന്നത്, ഞങ്ങൾക്ക് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ട് ഞങ്ങൾക്ക് ഈ സാധനം വാങ്ങിച്ച് കിട്ടുക, അതിൻ്റെ കൂടെ ഞങ്ങൾക്കിത് നിങ്ങൾ ചാനലുകാരോട് പറയാൻ ഒന്നേ ഉള്ളൂ, ദയവ് ചെയ്ത് സൗകര്യങ്ങളെ മാക്സിമം ഇത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം അവിടെ നടക്കുന്നത് അത്രയും ഭീകരമായ വഞ്ചനയാണ്. കുട്ടികളുടെ അറിവില്ലായ്മയെ മിസ്ലീഡ് ചെയ്ത് അവർ ചെയ്യുന്ന വഞ്ചനയാണ്. ഈ കുട്ടികളുടെ പേർക്ക് പൈസ വരുമ്പോൾ ഹവാല ഇടപാട് തൊട്ട് ഇങ്ങേയറ്റം തീവ്രവാദ കുറ്റം വരെ കുട്ടികളുടെ പേർക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല ഇത്രയധികം. ഒരു ദിവസം തന്നെ വരുന്നത് 1 ലക്ഷം 2 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ ആണ്. അതെ, ഇതാണ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്. അതിനകത്ത് നോക്കുക, അതാ എമൗണ്ടുകൾ നോക്കുക, 6000, 5000. ഒരു ദിവസത്തെ ട്രാൻസാക്ഷൻ. അതെ, ഒരു ദിവസത്തെ ട്രാൻസാക്ഷൻ ആണ്. അതിന്റെ ഡേറ്റ് നോക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇതാണ്ട് 29 ഡിസംബറിൽ തന്നെ ഒരു ദിവസത്തെ ട്രാൻസാക്ഷൻ 2000 വെച്ചിട്ട്. ഒരു ദിവസത്തെ 1 ലക്ഷം രൂപ വെച്ചാണെങ്കിൽ എത്ര ഈ കുട്ടികൾക്ക് എത്ര ടാക്സ് കൊടുക്കേണ്ടി വരും? മിക്കവാറും ശമ്പളം പോകുമ്പോൾ ടാക്സ് പേയ്മെന്റ് തുക തന്നെ ഇവർക്ക് നല്ലൊരു എമൗണ്ട്. ഇതൊക്കെ ചെറിയ എമൗണ്ട് ആണ് കേട്ടോ. 2000, 4000 ഒക്കെ 11,000 വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഒരു കുട്ടി 4 ലക്ഷം രൂപയുടെ ബിസിനസ് നടത്തുന്നു പറയുമ്പോൾ തന്നെ എത്രയായെന്ന് ആലോചിച്ച് നോക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് എത്ര രൂപ ടേൺ ഓവർ ആവുന്നെന്ന് ആലോചിച്ച് നോക്കും. ഇതിപ്പോൾ 3 കുട്ടികളുടെ ഇതാണ്. അത് തന്നെ ഒരു ബണ്ടിലുണ്ട്. 3 കുട്ടികളുടേതാണ് എൻ്റെ കയ്യിലുള്ളത്. 3 കുട്ടികൾക്കുള്ളത് തന്നെ ഒരു ബണ്ടിൽ വീതമുണ്ട്. ഈ കുട്ടികൾ ഇത് മനസ്സിലാക്കി ആരോ ഉപദേശിച്ചു കൊടുത്തതിൻ്റെ പേരിലാണ് കുട്ടികൾ മാറി ചിന്തിച്ചു തന്നെ. മറ്റേ കുട്ടികളെ പോലെ അല്ല. ഈ 10-26 കുട്ടികളുള്ളതിൽ 23 പേരും ഈ ഒരു വിഷയം ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ട് ഇതിന്റെ ചതി മനസ്സിലായിട്ട് മാറിയതാണ്. ഈ കുട്ടികളുടെ പേർക്കൊക്കെ ടാക്സ് കട്ടിങ് ഉണ്ട്. ഈ 3 വർഷമൊക്കെ നിന്ന കൊച്ചുങ്ങൾക്ക് നിരന്തരമായിട്ട് അവർ ബാങ്കിലേക്ക് സാലറി ഇടുമ്പോൾ പൈസ കട്ട് ചെയ്യുന്നത് അവർക്കറിയില്ല ഇത് എന്തിനാണെന്ന്. ഇപ്പോഴാണ് അവർക്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോയപ്പോൾ ഇഷ്യൂ പുറത്തു വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ടാക്സ് ഇനത്തിലാണെന്ന്. ഈ കാര്യം സിബിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുട്ടികൾ. പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല, ഇവിടെ വന്ന് കൂടുതൽ വർത്താനം പറഞ്ഞാൽ അതിന് ഒരു 1000 രൂപ ഫൈൻ തരുമെന്ന്. അയാൾക്ക് ഫൈനാണ്. അയാൾ നിന്നാലും നടന്നാലും ഫൈൻ വാങ്ങിക്കുന്ന ആളാണ്. ഇനിയിപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിന് എൻ്റെ ഒന്നും ഫൈൻ വാങ്ങിക്കുമായിരിക്കും, എനിക്കറിയത്തില്ല. ഈ മനുഷ്യൻ ഇനി ഞാൻ ഭയങ്കര പണക്കാരനാണ്, ഞാൻ ചാരിറ്റിയാന്ന്. ഇതാണോ ചാരിറ്റി? ഇങ്ങനെയാ ചാരിറ്റി ചെയ്യുക? ഒരു ബോധം ഇല്ലാത്ത ഒരുത്തൻ ദൈവത്തിന്റെ പിക്ചർ എടുത്ത് അവിടെ ചെവരിലൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആരും തല്ലി പൊളിക്കൂലല്ലോ. അവിടെ സ്ഥിരമായി നടക്കുന്ന കാര്യങ്ങൾ അയൽപക്കക്കാരെ അന്വേഷിച്ച് നോക്കും, അയൽപക്കത്ത് അന്വേഷിച്ച് നോക്കും. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു 100 വണ്ടി വരും, ഒരു കാര്യവും ഇല്ലാതെ വണ്ടി വരും. അവർക്കൊന്നും വണ്ടി കയറ്റിക്കൊണ്ട് പോകാനോ ഒന്നിനും പറ്റും. അവിടെ ഒരു വീടല്ലേ അത്? ഒരു വീട്ടിൽ നടത്തുന്ന കാര്യമാണോ? പിന്നെ ഹോസ്റ്റലിൽ, കുട്ടികളുടെ ഹോസ്റ്റലിൽ പോയി കാണാം. ഒരു സൗകര്യം ഇല്ലാത്തൊരു ഹോസ്റ്റലാണ്. അതിന് ഈ കുട്ടികളാണ് പേയ്മെന്റ് ചെയ്യുന്നത്. ഫുഡ് അവർ കാണിക്കും, ഡെയിലി കൊണ്ടുവന്ന് വറുത്തരച്ച മാങ്ങ ഇട്ട മുളകിട്ട കറി. കാശാരുടെ? കുട്ടികളുടെ കാശാ. കുഞ്ഞുങ്ങളുടെ കാശിന് വാങ്ങിച്ചിട്ട് പിന്നെ എന്തിനാണ് മുളകരച്ച കറി എന്ന് പറഞ്ഞാൽ ഇവിടെ വിളംബരം കൊടുക്കുന്നത്? ഒരു ഇലയ്ക്കകത്തിട്ടിട്ട് പട്ടിക്ക് ആഹാരം കൊടുക്കുന്നതാണൊക്കെ എല്ലാവരെയും കൂടെ അതിനകത്ത് തിന്നുന്നുണ്ടല്ലോ. ആ സാധനം കുട്ടികൾ 200 രൂപ പെർ ഹെഡ് 200 രൂപ കൊടുത്തിട്ട് ചിക്കനും കിഴങ്ങും വാങ്ങിച്ച് തിന്നിട്ട് അത് എടുത്തിട്ടിരിക്കുകയാണ് മാഡം തന്നതാണെന്ന്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം അല്ലല്ല, ആദ്യം ഞാൻ ഇവരോട് അല്ലായിരുന്നു. അല്ല, ഈ കുട്ടികളുടെ കൂടെ നിൽക്കുകയാണ് വിഷയത്തിൽ. അപ്പൊ ഈ നഗരസഭയുമായി ബന്ധപ്പെട്ട ഈ ഹോസ്റ്റൽ ലൈസൻസ് ഒക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും? ഇല്ല, ഇവർ എൻ്റെ അടുത്ത് അവിടെ ചെന്ന സമയത്ത് ഇവരുടെ രജിസ്ട്രേഷൻ ആണെന്നും GST അടയ്ക്കണമെന്നും പറഞ്ഞ് ഫേക്ക് പേപ്പറാണ് എന്നെ കാണിച്ചത്. അപ്പം ഞാനത് കൂടുതൽ നോക്കാൻ പോയില്ല. പേപ്പർ ഉണ്ടത്. അതിന് മുമ്പ് അൽത്താഫ് എന്ന് പറയുന്ന ഒരു വ്ളോഗ് അയാൾ വന്ന് എടുത്തു. അപ്പം അവൻ എന്തായാലും അത് നോക്കിയിട്ടുണ്ടാവില്ല. പിന്നെ ഞാൻ അതിനകത്ത് കൂടുതൽ റിസർച്ചിൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടോ ഇല്ലയെന്ന് മാത്രമേ അറിയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഫേക്ക് ഡോക്യുമെന്റ് ഞാൻ വിശ്വസിച്ചു എന്നുള്ളത് വാസ്തവം. അതിനുശേഷം അന്ന് രാത്രി തന്നെ എൻ്റെ ലൈവിൽ വന്ന് ഒരു ഉറപ്പ് പറഞ്ഞു കുട്ടികൾക്ക് പൈസ കൊടുക്കുമെന്ന്. പിറ്റേന്ന് മുതലാണ് ഇവർ എന്നെ വരട്ടാൻ തുടങ്ങിയത്. എനിക്ക് ഗണേശിനെ അറിയാം, തോമസ് ഐസക്കിനെ അറിയാം, കോൺഗ്രസ്സുകാരെൻ്റെ ഒപ്പം, കമ്മ്യൂണിസ്റ്റുകാരെൻ്റെ ഒപ്പം, BJPക്കാരെൻ്റെ ഒപ്പം. എനിക്ക് ആരെ പേടിക്കണം? ആ വോയിസ് ഞാൻ തപ്പി എടുത്തിട്ട് തരാം. അതിനകത്തുണ്ട്. അതിൽ പറയും എനിക്ക് എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്ന, എൻ്റെ നാട്ടുകാരെൻ്റെ കൂടെ നിൽക്കുന്ന, ഇവിടുത്തെ SP എൻ്റെ ആളാണ്, ഈ ഹൈക്കോടതിയിൽ അല്ല സുപ്രീം കോടതിയിലെ വക്കീൽ അയാളുടെ അമ്മാവനാണെന്നാണ് പറയണത്. അതെനിക്കറിയത്തില്ല. അനന്തരവനാ അമ്മാവനെന്നാ എന്തോ ഒന്ന് പറഞ്ഞ്, അച്ഛൻ്റെ അളിയനാണെന്നങ്ങാണ്ടാണ് പറഞ്ഞത്. എന്തോ ഒന്നാണ് അയാളുടെ, ആരോ ആണ്, സുപ്രീം കോടതി ജഡ്ജിയാണോ വക്കീലാണോ ഒന്നും അറിയത്തില്ല. ഇത് ഇയാൾ സ്ഥിരമായി ഫോൺ, എനിക്കൊരു സ്വസ്ഥത. നമ്മൾ ലൈവിലിരിക്കുമ്പോൾ ഇയാൾ കോൾ ചെയ്യും. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വിറ്റ്നസ് ആണ്. കാരണം ഞാൻ പിന്നെ ശല്യം സഹിക്കാൻ വേണ്ടി കൊച്ചിൻ്റെ കയ്യിൽ കൊടുക്കും, നിങ്ങൾ കൊണ്ടുവച്ച് സംസാരിക്കുക. എനിക്ക് മടുത്തിട്ടുള്ള ഇതനുസരിച്ച് ഇവരോട് പറയുമ്പോൾ
ഈ കുട്ടികൾ വിചാരിക്കുന്നത് ഞാൻ അയാളുടെ കൂടെ നിന്നിട്ടാണ് ഞാൻ ഇവരെ ഉപദ്രവിക്കാനാണ് നിൽക്കുന്നത്. ഈ കുട്ടികൾ എൻ്റെ അടുത്ത് മിണ്ടൂലായിരുന്നു. ഞാനാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ ഞാൻ അതിൽ നിന്ന് ലെഫ്റ്റായി ഇറങ്ങി വന്നു. കാരണം കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഗ്രാജുവലി കുട്ടികൾക്ക് മനസ്സിലായി ഇത് അങ്ങനെയല്ല, നമുക്കിത് വാങ്ങിച്ചെടുക്കാനുള്ള ഇത് തന്നെയാണ്. ഇവർ പറയണത് ഞാൻ അവരോട്, അവർ പറയണത് ഞാൻ അവരോട്. ഞാൻ സത്യത്തിൽ എങ്ങുമല്ല. കേസുണ്ടാന്ന് വെച്ചാൽ പോലീസിലൊരു കേസും ഉണ്ട്. അതാണ് എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയ ബെനിഫിറ്റ്. ഈ കുട്ടികളെ കിട്ടാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിയമപരമായി പോലീസിന് ഇവരെ സാലറിയോ മറ്റു കാര്യങ്ങളോ കൊടുക്കുവാൻ സാധിക്കില്ല. കാരണം സേവന വേതന വ്യവസ്ഥകൾ ഈ രാജ്യത്തെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അവർ ലേബർ ഡിപ്പാർട്ട്മെൻറ്റുമായി ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചർച്ച ചെയ്യും. വാർത്ത 24 ആദ്യമേ പറഞ്ഞിരുന്നു, ഇത്തരം വിഷയങ്ങളിൽ അവർ അവസാനം കാണുന്നവരെ ഈ കുട്ടികൾക്കൊപ്പം തന്നെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ CA പറഞ്ഞിരിക്കുന്നത് സിമ്മും ഫോണും കൊടുക്കാം. ഈ കുട്ടികൾ പാലക്കാടും കണ്ണൂരും ഇടുക്കിയിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളാണ്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഇവർ വന്നു. ഈ വിഷയത്തിൽ ഒരു വിഷയം നടന്നാൽ അത് പ്രതിയെയും വാദിയെയും വിളിച്ച് ഈ വിഷയങ്ങൾ പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം നിയമവ്യവസ്ഥയിലുണ്ട്, നിയമ സംവിധാനത്തിലുണ്ട്. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ ഓർഡർ കിട്ടിയണക്കെയും അവരെ വിളിച്ചു വരുത്തുവാനോ ഈ പ്രശ്നം പരിഹരിക്കുവാനോ എന്തുകൊണ്ട് പോലീസ് ശ്രമിച്ചില്ല എന്നത് വളരെ വീഴ്ചയായി തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. ഇത്തരം വിഷയങ്ങളിൽ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഇവിടുത്തെ നിയമപാലകരും ശക്തമായി ഇടപെടണം. എല്ലാ പോലീസുകാരും മോശക്കാരാണെന്ന അഭിപ്രായമില്ല. എന്നാൽ ചില ഉദ്യോഗസ്ഥന്മാർ ഇതിൽ ആരൊക്കെയോ പക്ഷം പിടിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കൂ എന്നുള്ള യാതൊരു തർക്കവുമില്ല. അത്തരം വിഷയങ്ങളിൽ പൊതുജനത്തിൻ്റെ അഭിപ്രായം അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അച്ചുവിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വളരെ മോശകരമായ വീഡിയോകൾ വ്യക്തിപരമായും ആക്ഷേപിച്ചുകൊണ്ട് നിരവധിയായ തവണ ഞങ്ങൾ കണ്ടു. ഇതിനൊക്കെ പ്രോത്സാഹനം അവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇത്തരത്തിലുള്ള തൊഴിൽ തട്ടിപ്പ്, GST തട്ടിപ്പ്, അങ്ങനെ നിരവധിയായ വിഷയങ്ങളുള്ള ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനം ഇപ്പോഴും അടൂരിൽ പ്രവർത്തിക്കുന്നു എന്നത് വളരെ നിർഭാഗ്യകരമാണ്. വ്യാപാര മേഖലയെ തകർക്കുന്നു. അവർ വളരെ കുറഞ്ഞ ചിലവിലാണ് തുണിത്തരങ്ങൾ വിൽക്കുന്നു എന്ന് പറയാൻ സാധിക്കും. കാരണം അവർ GST അടയ്ക്കുന്നില്ല. മറ്റ് വ്യാപാരികളെ തകർക്കുന്ന തരത്തിലേക്ക് അവരുടെ വ്യാപാര സ്ഥാപനം വളർന്നു. കാരണം അവർക്ക് സർക്കാരിന് കൊടുക്കേണ്ട കൃത്യമായ GST പണം അവർ അടയ്ക്കുന്നില്ല. അവരുടെ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുകയും അത് വൈകുന്നേരം ട്രാൻസ്ഫർ ചെയ്ത് മറ്റേ അക്കൗണ്ടിലേക്ക് അയക്കുന്ന ഒരു സമീപനം. ഇതൊക്കെ സ്റ്റേറ്റ് GST ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവർ കൃത്യമായ അന്വേഷണം നടത്തി വരുന്നു എന്നതും നമുക്ക് വളരെ സന്തോഷകരമായ അവസ്ഥയാണ്. അപ്പം ഇത്തരം പുഴുക്കുത്തുകളെ അടൂരിന് തന്നെ അപമാനമായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പുഴുക്കുത്തുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ നിയമ സംവിധാനം തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടൂരിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.